Hello everyone, Psychology Diariesലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റിയാണ്. ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരൻസിന് അറിയില്ല ഇന്നും എന്താണ് എന്ന്. ഒരുപാട് സ്ഥലങ്ങളിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയാസിലും എല്ലാം റെയിൻബോ ഫ്ലാഗിനെ പറ്റിയും ഒക്കെ സംസാരിക്കുന്ന സമയത്തും ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല ഇതെന്താണെന്ന്. പേരൻസിൻ്റെ അടുത്ത് മക്കൾ വന്ന് ഞാൻ ഹോമോസെക്ഷൽ ആണ് എന്ന് തുറന്നു പറയുന്ന സമയത്ത് പേരൻസിന് ഈ കാര്യങ്ങളെ പറ്റി യാതൊന്നും അറിയാതെ അവർ ഇതെന്താ സാധനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ള രീതിയിൽ ഭാവത്തിൽ പലതരത്തിലുള്ള ഫോഴ്സ്ഫുള്ളിയും മതപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും കൾച്ചറലായ കാര്യം പറഞ്ഞിട്ടും അവരെ ചീത്ത പറഞ്ഞിട്ടുള്ളതുമൊക്കെ ആയിട്ടാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഇവിടെയുള്ളൊരു മെയിനായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേർക്കൊന്നും അറിയില്ല. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ഏജിലുള്ള, അതായത് മക്കൾ കല്യാണപ്രായമായിരിക്കുന്ന മാതാപിതാക്കൾക്കൊന്നും കൂടുതൽ ആ ഒരു ഏജിലുള്ള ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ആർക്കും അറിയില്ല എന്നല്ല പറയുന്നത്, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ, അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്ന യൂത്തിൻ്റെ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ ഒരു 30 വയസ്സ് പ്രായം ഉള്ള ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രായം അധികമുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ അറിയില്ല. നമ്മളുടെ LGBTQ എന്ന് പറയുന്നതിൽ എല്ലിനെ പറ്റിയും ജീനെ പറ്റിയുമാണ് ഞാൻ പറയുന്നത്. L ഫോർ ലെസ്ബിയൻ, G ഫോർ ഗേ. ഈ രണ്ട് കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. L എന്ന് പറഞ്ഞാൽ പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ, അത് എന്തുമായിക്കോട്ടെ, സെക്ഷൽ ലൈഫ് ആയിക്കോട്ടെ, പാർട്ട്നേഴ്സ് ആയിട്ടായിക്കോട്ടെ, എങ്ങനെയായാലും രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്. ഗേ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പുരുഷന്മാരിൽ ഒരു പുരുഷനും വേറൊരു പുരുഷനും ഒരുമിച്ച് പങ്കാളിയായി ജീവിക്കാം എന്ന് തീരുമാനിക്കുന്നതിനെയാണ്. അത് മാരേജ് എന്നുള്ള കോൺസെപ്റ്റിലാണോ, മാരേജ് കഴിച്ചിട്ടാണോ കഴിക്കാതെയാണോ, ഒരുമിച്ച് ലിവിങ് റിലേഷൻ പോലെയാണോ, എന്തിനാന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണ അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പണ്ട് ഹോമോസെക്ഷുവാലിറ്റി ഇല്ല എന്നല്ല, ഹോമോസെക്ഷുവാലിറ്റി പണ്ടും ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് കൂടുതൽ ആൾക്കാർക്കും അറിയാം. ഇപ്പോഴത്തെ തലമുറ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായതുകൊണ്ട് പുറം രാജ്യങ്ങളിൽ, വേറെ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ കാര്യങ്ങളുമൊക്കെ മിനിറ്റ്സുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടാനുള്ളൊരു മാധ്യമമായി സോഷ്യൽ മീഡിയ വളരുകയും ചെയ്തതുകൊണ്ട് എല്ലാവർക്കും കൂടുതൽ ഇൻഫോർമേഷൻസ് ഇതിനെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും കിട്ടാനുള്ള ഈസി വഴികൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അതിനെക്കൊണ്ട് യുവതലമുറകൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം. എന്നാൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത വീട്ടമ്മമാർ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്ത അച്ഛനമ്മമാർക്കൊക്കെ ഇതിനെപ്പറ്റിയുള്ള അറിവുകൾ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറുകളിലോ അതായത് മാഗസിനുകളിലോ, നമ്മൾ വീട്ടിൽ സാധാരണ വായിക്കുന്ന വാരികകളിലോ അല്ലെങ്കിൽ TV ന്യൂസുകളിലോ ചർച്ചകളിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ആരും പറയുന്നില്ല, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ പറയാൻ പേടിയാണ്. ഇതൊരു സെൻസിറ്റീവ് ടോപ്പിക് ആയതുകൊണ്ട് അധികം ചർച്ചകൾ ഇതിനെപ്പറ്റി നടക്കുന്നില്ല. സാധാരണ ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന മീഡിയകളിൽ. പക്ഷേ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉള്ള പേരൻസിന് അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയ എന്തിനെങ്കിലും പറ്റി ചില പേരൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് വന്ന ഒരു പേരൻറ്റ് അവരുടെ മകള് ഹോമോസെക്ഷൽ ആണ് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്കറിയോ എൻ്റെ മകൾ ഇങ്ങനെ ഹോമോസെക്ഷൽ ആണ്. അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നെ സംസാരിക്കുമ്പോൾ മനസ്സിലാവാം, ഇവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം, ഹോമോസെക്ഷാലിറ്റിനെ പറ്റി ശരിക്കും അറിയുന്ന ഒരാളാണ്. നന്നായി ആക്ച്വലി ഇയാളുടെ മകള് ഹോമോസെക്ഷൽ ആണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ അവരതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻഫോർമേഷൻ വിവരമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഡീൽ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് തന്നെ തോന്നിപ്പോയി. ഒരുപാട് പേരൻസിന് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട്, പേരൻസ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇതിനെപ്പറ്റി യാതൊന്നും അറിയാത്ത ആൾക്കാരൊക്കെ ഇതേപോലെ സ്വന്തം മക്കൾ ഞാൻ ഹോമോസെക്ഷൽ ആണ് അമ്മേ അല്ലെങ്കിൽ ഞാൻ ഹോമോസെക്ഷൽ ആണ് അച്ഛ എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നറിയാതെ പല രീതിയിലും ഷൗട്ട് ചെയ്തിട്ടും ചൂടായിട്ടും നിനക്ക് ഭ്രാന്ത, എങ്ങനെ, എന്ത്, നീ എൻ്റെ വയറ്റിൽ തന്നെ ജനിച്ചു പോയില്ല, ഇങ്ങനത്തെ കുറേ നെഗറ്റീവ് കമൻറ്റുകൾ പറഞ്ഞതായിട്ടാണ് ഒരുപാട് ക്ലയൻസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ്. സ്വന്തം മക്കൾ അവർ വന്നിട്ട് ഞാൻ ഹോമോസെക്ഷൽ ആണ് എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാനുള്ള
ഒരു ഗഡ്സ് അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ നാട്ടിൽ ഒരുപാട് പിള്ളേർക്ക് അതില്ല, അങ്ങനെ ധൈര്യമായി തുറന്ന് പേരൻസിൻ്റെ അടുത്ത് പറയാനായിട്ടുള്ളൊരു ഗഡ്സ് അവർക്കില്ല. പക്ഷേ ഒരു ഗഡ്സ് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങൾ ആ കണ്ടൻറ്റ് അവർ എന്താണ് പറയാൻ പോകുന്നത് എന്നതല്ല അവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങളുടെ കുട്ടി വളർന്ന് നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാനുള്ളൊരു ധൈര്യം കാണിച്ചു, അതിനുള്ളൊരു ഓപ്പൺനെസ് ആ കുട്ടിക്ക് ഉണ്ടായി നിങ്ങളോട് എന്നുള്ളതാണ് ഇവിടെ വലിയൊരു കാര്യം. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങളൊരു നല്ല പേരൻ്റ് ആയതിനെ കൊണ്ടാണ് നിങ്ങളുടെ കുട്ടി അത് നിങ്ങളോട് തുറന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചത്. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് ആദ്യം എന്താണ് ഏതാണ് വിഷയം എന്നുള്ളതിനെ പറ്റി പഠിച്ച് സമാധാനിപ്പിച്ച് ഓക്കെ നമുക്ക് നോക്കാം, എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം എന്ന് പറഞ്ഞ് മൗനമായി ഇരിക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുക എന്നുള്ളതാണ്. കൗൺസിലിംഗ് ചെയ്യുന്നത് ഇവരെ മാറ്റാനോ ഹോമോസെക്ഷുവാലിറ്റിയിൽ നിന്ന് കൺവേർട്ട് ചെയ്യാനോ എന്നൊന്നുമല്ല, അതിന് വേണ്ടിയിട്ടല്ല. കൺവേർഷൻ തെറാപ്പി എന്ന് പറയുന്ന ഇവരെ ഹോമോസെക്ഷുവാലിറ്റിയിൽ നിന്ന് മാറ്റുന്ന ഒരു രീതി ഇപ്പം ഇല്ല. അത് നമ്മളുടെ നാട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത തെറാപ്പിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൗൺസിലിങ്ങിന് എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ടും ഇവർ പറയുന്ന ഈ കാര്യം സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഹോമോസെക്ഷൽ ആണ് എന്നുള്ളത് ചില ആൾക്കാർക്കൊക്കെ വെറും തോന്നൽ മാത്രമാണ്. ഞാൻ ഹോമോസെക്ഷൽ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് പോലെ, ഞാനേറ്റവും ഹോമോസെക്ഷൽ ആണോ, ഇനി ഞാൻ ഹോമോസെക്ഷൽ ആണോ, അങ്ങനത്തെ ഒക്കെ പല സാഹചര്യങ്ങളിലും കുട്ടികൾക്ക് വരാറുണ്ട്. അപ്പോൾ OCD പോലെയുള്ള അവസ്ഥയിൽ, നമ്മൾ വിശ്വാസം എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ ചില ആൾക്കാർക്ക് സെക്ഷൽ OCD ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനത്തെ തോട്ട്സുകളൊക്കെ വരാം. ഞാൻ ഹോമോസെക്ഷൽ ആണോ, ഞാൻ ആൺകുട്ടികളെ മാത്രം തന്നെ നോക്കി പോകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ പെൺകുട്ടിയെ ഒബ്സർവ് ചെയ്തു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയാണ്, പക്ഷെ ഞാനൊരു പെൺകുട്ടി നടന്നു പോകുന്നത് നോക്കിപ്പോയി, ഞാൻ എന്താ അങ്ങനെ നോക്കിയത്, ഞാൻ ഇനി ഹോമോസെക്ഷൽ എങ്ങാനും ആണോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ കൊണ്ട് OCD എന്ന് പറയുന്ന അസുഖത്തിൽ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന അസുഖത്തിൽ ഇതേപോലെയുള്ള സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. OCD അല്ല എന്നുള്ളത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ കണ്ട് ഇവർക്ക് OCD അല്ല എന്ന്, OCD ചെക്ക് ലിസ്റ്റുകളുണ്ട്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കാൻ. അത് ചെയ്തതിന് ശേഷം OCD അല്ല എന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം. ആദ്യം OCD അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റി ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പാണ്. അതിനും ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇതൊന്നും ബ്ലഡ് ടെസ്റ്റോ യൂറിൻ ടെസ്റ്റോ അങ്ങനെയുള്ളതല്ല, സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്ന ചോദ്യോത്തരങ്ങളുടെ ടെസ്റ്റുകളൊക്കെയാണ് ഇവ. അപ്പോൾ ഈ ടെസ്റ്റുകളിൽ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് കറക്റ്റ് ഓരോ കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സ്കോർ കിട്ടും. നിങ്ങൾ ഹോമോസെക്ഷൽ ആണോ, ബൈസെക്ഷൽ ആണോ, എസെക്ഷൽ ആണോ എന്നൊക്കെ ഉള്ള സാധനങ്ങളെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടും. അങ്ങനെ ഒരു കൗൺസിലറിന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഹോമോസെക്ഷൽ ആണോ, ബൈസെക്ഷൽ ആണോ, എസെക്ഷൽ ആണോ എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട്. നാലാമത്തെ സ്റ്റെപ്പ് അതല്ല എന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും ഇത് ഹോമോസെക്ഷുവാലിറ്റി അല്ല, വേറെ എന്തോ ചിന്ത കൊണ്ട് വന്നു പോയതാണ് എന്നൊക്കെ. അതല്ല മറിച്ച് ഹോമോസെക്ഷൽ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിൻ്റെ ഭവിഷ്യത്തുകളും അതായത് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോമോസെക്ഷലായി ജീവിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഞാനൊരു നെഗറ്റീവായിട്ട് പറയല്ല, പക്ഷെ നിങ്ങൾക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ സൊസൈറ്റിയിലെ ഓരോ കാര്യങ്ങൾ. ഞാൻ ഹോമോസെക്ഷൽ ആണ് എന്ന് ഒരാൾ തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ സമൂഹം അവരെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു പ്രധാന ചോദ്യമാണ്. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ മറ്റൊന്ന് കല്യാണം കഴിക്കണം, അതിപ്പോൾ പെണ്ണാണെങ്കിൽ പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കണം, എന്നിട്ട് പിന്നെ ഒരു കുട്ടി വേണോ വേണ്ടേ എന്നുള്ളൊരു സംശയം വരുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന അവർക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു കുട്ടീനെ ജനിച്ചു കഴിഞ്ഞാൽ അവർ പല മാർഗങ്ങളിലൂടെയും കുട്ടിയെ വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കുട്ടീനെ കിട്ടും. IVF ചെയ്താലും അങ്ങനെയൊക്കെയുള്ള കുറേ മാർഗങ്ങൾ കുട്ടികളെ വേണം എന്നുള്ളവരൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ
ആ കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഫാദർ മദർ അങ്ങനെ അച്ഛൻ അമ്മ എന്നുള്ള രീതിയിലേക്കാവുമ്പം ഇവിടെ രണ്ടുപേരും ഒരേ ഇതിലുള്ള ആൾക്കാരാകുമ്പോൾ രണ്ടുപേരും സ്ത്രീകളാകുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേരും പുരുഷന്മാരാകുമ്പോൾ ഫാദറും മദറും പുരുഷന്മാരാകുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരുപാട് ഇഷ്യൂകളിൽ കുട്ടി എങ്ങനെ അതിനെ തരണം ചെയ്യും, ഇങ്ങനെയുള്ളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റേതായ തെറാപ്പികൾ, ആദ്യം ഇതിനെ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യും. അതായത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അതിനെ തരണം ചെയ്യാൻ ഒരുപാട് ഗഡ്സ് കാര്യങ്ങളൊക്കെ വേണം. പുറം രാജ്യങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ഒരുപാട് ഗഡ്സും എഫേർട്ടും വേണം. ഫാമിലിയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം, ആരും അംഗീകരിച്ചെന്ന് വരൂല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സൈക്കോളജിയിലെ ക്യൂർ അഫർമേറ്റീവ് തെറാപ്പി എന്നുള്ള ഒരു ചികിത്സാ രീതിയുണ്ട്. അത് കുറേ ആൾക്കാർക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. അതായത് സൈക്കോളജിസ്റ്റിൽ തന്നെ അതിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇവരാണ് ഇങ്ങനെയുള്ള ഹോമോസെക്ഷൽ കാര്യങ്ങളെ പറ്റിയും ഹോമോസെക്ഷലായി ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ തന്നെ ഡിപ്രഷൻ, അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള അവരുടെ ഉള്ളിലുള്ള പേടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായാലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായാലും പോലും ഇങ്ങനെയുള്ള കേസുകൾ എടുക്കാനായിട്ട് ചെറിയൊരു പേടി അവർക്കുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കൺവേർഷൻ തെറാപ്പി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ. അതായത് നമ്മൾ അവരെ കൺവേർട്ട് ചെയ്യാൻ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. പക്ഷെ ചില ആൾക്കാർ ചോദിക്കും, ഇവർ കൺസെൻറ്റ് തന്നു കഴിഞ്ഞാൽ, അതായത് ഞാനൊരു ഹോമോസെക്ഷൽ ആണെന്ന് തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിട്ട് എനിക്ക് മാറണം, എനിക്ക് കൺവേർട്ട് ആവണം എന്ന് ഞാൻ പറയും, ഞാനൊരു കൺസെൻറ്റ് ഷീറ്റിൽ ഒപ്പിട്ട് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാറിക്കൂടെ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമ്മുടെ കയ്യിലില്ല. അതായത് നമുക്ക് കൺവേർഷൻ തെറാപ്പി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക്. അപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ, ഇപ്പം ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ ഇടയിലുള്ള ഒരു ചർച്ച, ഇപ്പം നമ്മുടെ ടീമിലൊക്കെ ഉള്ള ഒരു ചർച്ച എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ക്ലയൻറ്റുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ട്, ഇപ്പോൾ സൈക്കോതെറാപ്പി സംസാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ സംസാരിച്ചുകൊണ്ട് അവരറിയാതെ തന്നെ അവരെ പറഞ്ഞ് മാറ്റിക്കളയോ എന്നുള്ളൊരു പേടി ക്ലയൻസിനുണ്ട്. രണ്ടാമത്തെ കാര്യം, നമുക്ക് നാളെ എന്തെങ്കിലും രീതിയിൽ ഈ പേഷ്യൻ്റ് നമ്മളെ കൺവേർട്ട് ചെയ്യാൻ നോക്കി എന്നെങ്ങാനും പറഞ്ഞ് കേസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ തന്നെ അസോസിയേഷനിലോ വേറെ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി അവരെന്നെ മാറ്റാൻ നോക്കി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺവേർഷൻ തെറാപ്പി ചെയ്യുന്നുണ്ട് എന്ന് വെറുതെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊക്കെ സൈക്കോളജിസ്റ്റുകൾക്കും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്കും ഒക്കെ പേടിയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ എടുക്കാൻ തന്നെ പേടിയാണ്. പക്ഷേ ഈ ക്യൂർ അഫർമേറ്റീവ് തെറാപ്പി വന്നതിന് പിന്നെ ഇതിനെ പറ്റിയും ഹോമോസെക്ഷലിനെ പറ്റിയും റെയിൻബോ ഫ്ലാഗിനെ പറ്റിയും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയും അവരുടെ ഇടയിലുള്ള ഡിപ്രഷൻ, അവർക്കും ഡിപ്രഷൻസ് ഉണ്ടാവും സാധാരണ ആൾക്കാരെ പോലെ തന്നെ. ഇവരുടെ കമ്മ്യൂണിറ്റിയിലും പല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണം, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ കുട്ടി വേണോ, അല്ലെങ്കിൽ കുട്ടികളായാലും ഡിപ്രഷൻ, പല സാധനങ്ങളും അവരുടെ ഫാമിലിയിൽ, അത് കപ്പിൾ തെറാപ്പി പോലെ ഫാമിലി തെറാപ്പി പോലെ ഈ കമ്മ്യൂണിറ്റിയിലും ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വേറെ ഈ ഇടയായി കാണുന്ന ഒരു കാര്യമാണ് ഈ റെയിൻബോ ഫ്ലാഗിൻ്റെ ഒരു ഇഷ്യൂ. റെയിൻബോ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഈ റെയിൻബോ കളറിലുള്ള ഒരു ഇത് നമ്മുടെ വാട്സപ്പിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ DP ആക്കി വെക്കുന്ന സമയത്തൊക്കെ ചില പേരൻസിന് സംശയം തോന്നാം, എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ ഇത് DP ആക്കി വെച്ചത് കാണുമ്പോൾ അവൻ ഈ ഹോമോസെക്ഷൽ ആണോ, അല്ലെങ്കിൽ അവൻ ഹോമോസെക്ഷൽ ആണ്, അല്ലെങ്കിൽ അവൻ ഹോമോസെക്ഷൽ ആണ് എന്നുള്ളത് നമ്മളെ കാണിക്കാൻ വേണ്ടി ഇട്ടതാണോ എന്നൊക്കെ. ഹോമോസെക്ഷൽ ആയ ആൾക്കാർ മാത്രമല്ല റെയിൻബോ ഫ്ലാഗ് DP ആക്കിയും സ്റ്റാറ്റസ് ആക്കിയും ഒക്കെ ഇടുക. ഹോമോസെക്ഷൽ ആയ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന, ആ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാ വെച്ചാൽ ജീവിച്ചോട്ടെ, നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട എന്നുള്ള രീതിയിലുള്ള ആൾക്കാരും സപ്പോർട്ടേഴ്സും റെയിൻബോ ഫ്ലാഗ് ഇങ്ങനെ പോസ്റ്റൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയും കുറേ പേര് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, സൈക്കോളജിസ്റ്റിനും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനും ഒക്കെ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട്, അതായത് ഇങ്ങനത്തെ കേസുകൾ എടുക്കാനുള്ള ഒരു ചെറിയ മടി കാര്യങ്ങളൊക്കെ ചിലർക്കെങ്കിലും ഉണ്ടായതുകൊണ്ട്
കൂടുതൽ ആൾക്കാരും ഈ കേസ് ഇങ്ങനത്തെ കേസുകൾ എടുക്കുന്നില്ലാത്ത അവസരത്തിൽ ഇത് നേരെ ഫ്രോഡായിട്ടുള്ള, അതായത് ഫേക്കായ, ഒരു ഡിഗ്രിയും ഇല്ലാതെ, സൈക്കോളജിയിൽ ഒരു ഡിഗ്രിയും ഇല്ലാതെ 10ാം ക്ലാസ് വരെ പഠിക്കാത്ത ആൾക്കാർ സൈക്കോളജിസ്റ്റാന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ച് നടക്കുന്ന കൗൺസിലേഴ്സ്, മെൻറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇവർ പോയി പെടാനും ഒരുപാട് പൈസ ഇവർ പറ്റിക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങളെ മകളെ അല്ലെങ്കിൽ മകനെ മാറ്റിത്തരാമെന്ന് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് പൈസ നല്ലോണം വാങ്ങുന്ന, അതായത് ഒരു ലക്ഷങ്ങൾ വരെ വാങ്ങുന്ന ഫേക്ക് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുമാരെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊന്നും എത്തിപ്പെട്ട് പൈസയും സമയവും ഒക്കെ നഷ്ടപ്പെടാണ്ടിരിക്കാനായി പ്രത്യേകം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. സ്വന്തം മകളോ അല്ലെങ്കിൽ കുടുംബത്തിലോ ആരെങ്കിലും തുറന്നു പറയാനുള്ള ഒരു ഗഡ്സ് കാണിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരെ ഫോഴ്സ് ചെയ്ത് കൺവേർട്ട് ചെയ്യാനോ മാറ്റാനോ ശ്രമിക്കാൻ പാടില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു ലീഗൽ വശം. അത് മനസ്സിലാക്കി ബുദ്ധിപരമായി അതിൻ്റേതായ രീതിയിൽ നിങ്ങളും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അറിവുകൾ പകർന്നു തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സൈക്കോളജി ഡയറീസിൽ വീണ്ടും പുതിയൊരു ടോപ്പിക്കായി അടുത്ത ആഴ്ച കാണാം. താങ്ക് യു.